ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ഞാനൊരു ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. മക്കൾ മുട്ട സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവർക്ക് പുഴുങ്ങിയ മുട്ടയായിട്ട് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് അത് റോസ്റ്റാക്കി കൊടുക്കാൻ പറഞ്ഞ്. ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് വെള്ളമില്ലാതെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൂട്ടിന് ചായയിൽ അവിലിട്ട് കൊടുത്താണ് കേട്ടോ. വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോണതിൻ്റെ മുന്നേ അവില് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അഞ്ചുട്ടികൾക്ക് ചോറിൻ്റെ ഒപ്പം സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയുള്ളിയും കാബേജും വിനാഗിരിയൊക്കെ കൂടി. അപ്പോൾ ഇത് ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണനും തുമ്പിക്കും അഞ്ചുട്ടിക്കും വേണം. ശ്രീകൂട്ടന് വേണ്ട, അവന് ഈ ഉള്ളി വലിയ ഇഷ്ടമല്ല. ഉള്ളി എന്നാണ് കേട്ടോ അവിടെ. സവാളയ്ക്കും ഉള്ളിക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുക. ഒരു 2 തക്കാളിയും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ, വെള്ളമില്ലാതെ. മല്ലിയും മുളകും മഞ്ഞളും ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ പേരിന്. പിന്നെ ഇത്തിരി മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ ടി വി കണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ടി വി ആയതിന് ശേഷം ടി വി കണ്ടിട്ടാണ് ചോറിന്. ഇവിടെ ടേബിളൊന്നുമില്ല കേട്ടോ. അമ്മർത്തൊരു ടേബിളുണ്ട്, അവിടെ ആരും അങ്ങനെ പോയിരിക്കില്ല. അച്ഛൻ ചോറിനായിരിക്കും. മക്കളൊക്കെ ഇവിടെ അങ്ങനെ താഴെ ഇരുന്നിട്ടാണ്. മോൾ ഉറങ്ങി നീറ്റതാണ് കേട്ടോ. അപ്പോൾ ഒരു മൊബൈലിൽ എന്തോ കാണാൻ കൊടുത്തിട്ടുണ്ട് അമ്മ, വാശി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അപ്പോൾ ആയ അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മീൻ കറി മാത്രം വെച്ചിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയും ഭാഗമൊക്കെ കൂടി എടുത്തിട്ട് രാത്രിക്ക് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വറക്കട്ടെ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇരുത്താൻ കേട്ടോ. നല്ല ഐസ് പോലെ ആയിരുന്നു, പെട്ടെന്ന് തന്നെ ഐസ് ആവുന്നുണ്ട്. നല്ല ഫ്രിഡ്ജ് പഴയതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കിച്ചുവിന് ഭയങ്കര അർപ്പുണ്ട് ഈ മീൻ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. കിച്ചു ഇവിടെ ഇല്ല, കിച്ചു അച്ഛൻ്റെ വീട്ടിലാണ്. ഹരികേശും കിച്ചുവാണ് അച്ഛൻ്റെ വീട്ടിലുള്ളത് കേട്ടോ. അവിടെ ശ്രീഹരി മാത്രമാണുള്ളത്. പിന്നെ അഞ്ചുട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് നാത്തൂന് ഓർഡർ ചെയ്ത ഒരു ചോപ്പറാണ് കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു. ഓളിവിടെ ഇല്ല കേട്ടോ. ഓളോ അനിയനും നാട്ടിലില്ല, കുവൈറ്റിലാണ് രണ്ടാളും. അപ്പോൾ അവിടെ നിന്ന് അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് മരുമകൾ ഓർഡർ ചെയ്ത് കൊടുത്താട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഉള്ളിയെ കയ്യേറ്റുണ്ടായിരിക്കും, എനിക്കിത് ഉപയോഗിക്കാനും അറിയില്ല. ആ 2 കാണിക്കടി. ഞാൻ പച്ചെടുക്ക്. നൂലിട്ട് വെക്കണേ. അപ്പം രാത്രിയാണ് കേട്ടോ തുമ്പിര അമ്മ ചേച്ചി കേക്ക് കയറ്റി വന്നത്. നാളെയാണ് പിറന്നാൾ. അപ്പം ഇന്നലെ കേക്ക് കട്ട് ചെയ്യാണ് ഞങ്ങൾ. എന്താ വെച്ചാൽ എല്ലാവർക്കും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒക്കെ കൂടി അട്ടിമലട്ടി ആവണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ആക്കാൻ തീരുമാനിച്ചു. കേക്ക് മുറിക്കാതിരിക്കാനും വയ്യ. കണ്ണൻ്റെ പിറന്നാളിന് കഴിഞ്ഞ മാസം കേക്ക് കട്ടാണ്, അതുകൊണ്ട് കട്ട് ചെയ്താണ്, കട്ടതല്ല. അപ്പോൾ തുമ്പി അവിടെ കലാപം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പിറന്നാളിന് കേക്ക് കട്ടിങ് എന്നുള്ള കാര്യം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതാണ്. പക്ഷേ ഈ കാന്താരി ചീനമുളകിനുണ്ടല്ലോ, ഓൾക്ക് കട്ട് ചെയ്യണം. മറ്റൊരാരും ഇപ്പോൾ കട്ട് ചെയ്യാൻ പാടില്ല. ആര് പിറന്നാളായാലും കട്ട് ചെയ്യാൻ ഓളാണെന്നാണ് പറഞ്ഞ്. കഴിക്കൊന്നുമില്ല കേട്ടോ, കട്ടിങ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടി തല്ലുണ്ടാക്കുക. അപ്പോൾ ഞാൻ പറയാം ചവിട്ടുന്നു. അപ്പോൾ മറത്ത് ടേബിളിൽ പോകും. അവിടെ പറഞ്ഞോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നല്ല പൂളക്കിഴങ്ങും ചായയും കൂടി കഴിക്കലാണ്. കഴിക്കാൻ നിന്നപ്പോഴാണ് കേക്കേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഇനി എല്ലാവരും ഫ്രിഡ്ജൊക്കെ എടുത്തിട്ട് നേരത്തെ കാലത്ത് തന്നെ, അയ്യോ ഫ്രിഡ്ജ് എല്ലാം തെറ്റാണല്ലോ, ചോറ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനി ആരും ചോറൊന്നും കഴിക്കില്ല എന്ന് എന്താ അറിയില്ല എന്ന് പറയണമൊക്കെ തെറ്റാണ്. ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞത് 3 പ്രാവശ്യമായിട്ടാണ് വോയിസ് ഓവർ എഡിറ്റ് ചെയ്യണത്. എല്ലാം തെറ്റി, എനിക്കറിയില്ല, എൻ്റെ മൈൻഡൊന്നും ഇവിടെ അല്ല. അതുകൊണ്ടാണ് എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളല്ലേ, എപ്പോഴും ഒരു സമാധാനം ഇല്ലാത്ത ലൈഫല്ലേ ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഒക്കെ തെറ്റി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കണം. ആദ്യത്തെ കായം പുരട്ടി വെച്ച മീനാണ്. ഇപ്പോൾ മസാല കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മക്കൾക്ക് കറി വെച്ചത് കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ മീൻ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്നത്. എൻ്റെ കേശുട്ടിക്ക് ഇഷ്ടമാണ്, കിച്ചുട്ടിക്ക് മാത്രമേ മീൻ ഇഷ്ടമല്ലാത്തുള്ളൂ കേട്ടോ. അവരിവിടെ ഇല്ല. എന്നാൽ അവരെ കാണാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ.
ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. എന്താവും, എവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ അറ്റാക്ക് വരുമെന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. മക്കളെ കാണാനിട്ട് വരുന്നിടത്ത് വെച്ച് കാണാനല്ലാതെ എന്താ കാട്ട്. ഓരോരുത്തർക്കും ഓരോ യോഗമല്ലേ. മക്കളുണ്ടായാൽ അവരെ വളർത്തി വലുതാക്കാനും വേണം ഒരു യോഗം. ആ യോഗം എനിക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതെൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയണത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.